എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ CNG സിലിണ്ടറൊക്കെ കയറ്റി നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ അങ്ക്ലേശ്വറിനടുത്താണ്. അപ്പോൾ നമുക്ക് പകുതി ലോഡേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി കുറച്ച് ലോഡും കൂടെ എവിടുന്നേലും കയറ്റിയിട്ട് വേണം നാട്ടിലേക്ക് പോകാനായിട്ട്. സാധാരണ ഇവിടുത്തെ ഹോട്ടലിലെല്ലാം റൂമുള്ള, പക്ഷേ ഇവിടുത്തെ റൂമെല്ലാം ഫുള്ളാണ്. 2 ദിവസമായി കുളിച്ചിട്ട്. എന്നാൽ രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷായി പോകാമെന്ന് ഓർത്തായിരുന്നു. ഇതുണ്ട്, പോർട്ടിൽ നിന്ന് ആ തടിയും കയറ്റി അത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ലോഡറും പുറകെ കയറ്റി വെച്ചേക്കുക. നമുക്കൊന്ന് ഇതിറക്കാനുള്ള ഒരാളെ കൂടെ പുറകെ കയറ്റിയാൽ മതിയായിരുന്നല്ലേ? ആളല്ല, ഇതുപോലെ ആ ലോഡറും കൊണ്ട് തന്നെ പോവാം. അപ്പോൾ ചെല്ലുന്നവർക്ക് ലോഡർ ഇറക്കാൻ എളുപ്പമുണ്ടല്ലോ. അതങ്ങനെ ആയിരിക്കില്ല കേട്ടോ. അതാ ലോഡറും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും, അല്ല ഇറക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. ഇതുണ്ട്, ഈ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ ഇതൊരു വർക്ക്ഷോപ്പാണ്. ഈ വണ്ടിയുടെ പുറകിൽ അവിടെ ഒരു വർക്ക്ഷോപ്പാണ്. ഇപ്പറേ ടയർ കട, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഹോട്ടലിൽ. പക്ഷേ റൂം ഫുള്ളായിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കയറി കുളിച്ച് ഫ്രഷായിരുന്നു. അതുകൊണ്ട് അടുത്ത ഹോട്ടലിലേക്ക് പോയി. അടുത്ത റൂം കിട്ടാൻ പാടില്ല. ഇഷ്ടംപോലെ എല്ലാ ഹോട്ടലുണ്ടല്ലോ, എല്ലാ ഹോട്ടലുകളിലും റൂമുണ്ട്. ഇപ്പോൾ പുത്തേ ട്രാവലുള്ള ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുപ്പൊക്കെയാലും കുറഞ്ഞു, തണുപ്പ് കുറവാണ്. അതെ അതെ, തൊണ്ട ഇച്ചിരോട് ശരിയാനുണ്ട്. ഒരു സൂപ്പ് കൂടെ വെച്ച് തരാം. സുബൈ കിतने बजे आया इधर होटल? 3:45 पे आया. 3:45 എന്തിനാണ്? ഇച്ചിരി കഴിഞ്ഞാൽ 3 മണിക്കാവും. അല്ല അത് കുളിവത്തില്ല. 3:45 ആയപ്പോഴേക്കും. ഇതൊരു ഹോട്ടലാണ്. നമുക്ക് എവിടെ റൂമുണ്ടോ എന്ന് നോക്കാം. ഇങ്ങോട്ട് ഒതുക്കിക്കോ. ഒരു ഗുണമുണ്ട്, പൊടി പറക്കാതിരിക്കാൻ വേണ്ടി വെള്ളം അടിച്ചിട്ടുണ്ട്, വെള്ളം നനച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശകലം ആശ്വാസം. ഇപ്പം ഇവിടെ റൂമില്ല. ഇനി മുന്നോട്ട് പോവാം. എടുത്തോ, പോയേക്കാം. ഇവിടെ ഇല്ല. അവിടെയൊക്കെ ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്ന്. മുന്നോട്ട് പൊക്കോ, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, പോയിട്ട് അങ്ങോട്ട് കയറാം. അപ്പം നമ്മളിങ്ങനെ റൂം നോക്കി ഇപ്പോൾ കുളിക്കണമെങ്കിൽ ഒരു റൂം എടുക്കാതെ പാടാ. അല്ലാതെ പബ്ലിക് ടോയ്ലറ്റ് അത്ര അതിൽ ബാത്റൂമൊന്നും കാണുകയില്ല, നല്ലതുമായിരിക്കില്ല. അപ്പം അതെ, ഇവിടെ റൂമുണ്ട്. അപ്പം നമുക്ക് എവിടെയെങ്കിലും നല്ലപോലെ പാർക്ക് ചെയ്യാം. നല്ല വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ സൗകര്യമല്ലേ, വിശാലമായ ഷോറൂം. ഗരം പാനി ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. എനിക്ക് കുഴപ്പമില്ല. അവൻ പറഞ്ഞ് അവന് ഗരം പാനി ഉണ്ടേ വിളിക്കണമെന്നാണ് പറഞ്ഞത്. അവനെ ഇനി ഗരം പാനി ഇല്ലേലും അവനെ ഇന്ന് കുളിപ്പിച്ചിട്ടേ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. കണ്ടിട്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലായത്. നോട്ട് ദ പോയിന്റ്. ആൽക്കഹോൾ ഈസ് നോട്ട് അലൗഡ്. ഇവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ കിട്ടത്തില്ലല്ലോ. ഹൈവേയിലേക്ക് ഓപ്പണുള്ള റൂം തന്നെ കിട്ടി. അതുണ്ടോ, നമ്മുടെ 66 അതേ കിടക്കുന്നു. ഇവിടെ വിശക്കാൻ തുടങ്ങി. വേറെ കുളിച്ചിട്ട് പോയി വല്ലതും കഴിക്കാം. അതെ അതെ. അപ്പോൾ റൂമൊക്കെ എടുത്ത് കുളിച്ച് റെഡിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 11 മണി ആറായി. പിന്നെ ആംഗ്യ ഭാഷ കാണിക്കുന്നത്. ഞങ്ങൾ കുളിച്ചോന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം എന്നാ വേണ്ടേ? ദൈവടയുണ്ട്, ഇഡ്ഡലി സാമ്പാറുണ്ട്, ആലു പറാത്ത ഉണ്ട്. വേണ്ട. ഒരു ഭാജിയേ? ഒരു ഭാജി ഇല്ല. എനിക്കൊരു ഇഡ്ഡലി വട. ഇഡ്ഡലി മറ്റേ റവ ഇഡ്ഡലി ആയിരിക്കും. അപ്പം ഞാനൊരു ആലു പറാത്ത പറഞ്ഞു. ഇഡ്ഡലി സാമ്പാർ. 2 പേർക്ക് ഇഡ്ഡലി സാമ്പാറും. ദോശയില്ല. അത് ഇത്ര സമയം, ഇത്ര 11 മണി കഴിഞ്ഞില്ലേ, അതുകൊണ്ടാണ്. ഇച്ചിരി നേരത്തെ ആണെങ്കിൽ ചിലപ്പോൾ ദോശ ബ്രഞ്ചാണെന്ന് കൂട്ടിയാൽ മതി. അപ്പം അതെ, ചേട്ടാ ആലു പറാത്തയും തൈരും. ഇത് അച്ചാറില്ല കേട്ടോ. ഞങ്ങൾക്കിത് ഇഡലി സാമ്പാറും ചട്നി. ആലു പറാത്തയും തൈരും ഒരു ടേസ്റ്റ് തന്നെ. പക്ഷെ അതിൻ്റെ കൂടെ ഇച്ചിരി അച്ചാറൂടെ ഉണ്ടായത് നല്ലതാണ്. നല്ല സ്മൂത്താണ്, മയമുണ്ട്. നമ്മൾ ആദ്യം കാശ്മീർ പോകുമ്പോഴേ ആലു പറാത്ത കഴിച്ചത് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ചിലയിടത്തെ നല്ല കേട്ടോ. ഞാൻ ചില സമയത്ത് ചിലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമില്ല. ഇഡ്ഡലിയും കുഴപ്പമില്ല. റവയല്ലേ? റവ ഇഡ്ഡലി അല്ലേ? റവ ഇഡ്ഡലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ആകാശിനെ നിർബന്ധിച്ച് കുളിപ്പിക്കുക. അവൻ വൈകിട്ടേ കുളിക്കുന്നുള്ളൂ, ഉച്ച കഴിഞ്ഞാൽ ഉള്ളെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുളിക്കാതെ വണ്ടിയൊക്കെ ഇറക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുളിക്കാൻ പോവാം. ചേട്ടാ, ഞാൻ 916 ആയ ഇതാ. എന്നെ ചിലപ്പോൾ ചെമ്പ്, പിച്ചള, ഇറിഡിയം ഇതൊക്കെ വന്ന് തോണ്ടും. നമ്മൾ നമ്മുടെ വിലകളെയല്ലേ.
എന്നാ കുളിക്കരുത്. കഴിച്ചോണ്ടിരുന്നപ്പോ എന്നെ ഒരു പോസ്റ്റ് കാണിച്ചു, കുളിക്കാതിരിക്കുന്നവർക്ക് ആയുസ് കൂടും. ആണോ? 34% കൂടുന്ന പറയുന്നത്. 34%? ആ വെറുതെ അല്ലേ ഇവൻ കുളിക്കാത്ത. ചെല്ല പോയി കുളിച്ചിട്ടോ. അപ്പം സമയം 2:30 അപ്പം ഇവിടെ നിന്നൊന്നും ലോഡ് സെറ്റായില്ല. അപ്പം നമ്മൾ നേരെ എങ്ങോട്ടാ പോന്നെ? അടുത്ത ലോഡ് കിട്ടുന്ന സ്ഥലത്തോട്ട്. ആ അപ്പോട്ടെ, വണ്ടി എടുത്തു. കുളിച്ചപ്പോ ക്ഷീണം കൂടിയോ? ഉറക്കം വരുന്നു. അപ്പൊ കുളിക്കണ്ടായിരുന്നു അല്ലേ? ഇവന്റെ കൂടെ കൂടി ഇതായെന്ന് തോന്നുന്നു. നമ്മളും ആ കൂടെ ആയി. അത് സുന്ദരനായല്ലോ. അപ്പുറത്ത് വെക്ക, ഇതൊക്കെ അങ്ങോട്ട് വെക്കട്ടെ. കണ്ണാടിയൊക്കെ വെച്ച് എല്ലാം കാണാവോ? കാണാം. കണ്ണിന് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം. അങ്ക്ലേശ്വർ, രാജ്പീപ്പില, വൽസാഡ്, മുംബൈ. നമുക്ക് നേരെ മുംബൈ റൂട്ടിൽ അങ്ങ് പോവാം. മുംബൈ വഴിയാണ് പോകുന്നത്. മുംബൈ വഴി എല്ലാം ലോഡ് കയറ്റണ്ടായി. അല്ലാ പോകാൻ പറ്റുമോ? വാപ്പയിൽ നിന്ന് കയറ്റാം. വാപ്പയിൽ എത്ര ക്രെയിനാണ് കിടക്കുന്നത് നോക്കി. താഴെ എല്ലാം ഗോഡൗണുകളും ലോറി പാർക്കിംഗ് ഒക്കെയാണ്. നമ്മൾ നേരെ പോയാൽ മതി. സൂറത്ത്, വാപ്പി. സൂറത്ത് കഴിഞ്ഞ് വാപ്പി മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡറാണ്. എത്ര ടയർ കടയാന്ന് നോക്കി. എല്ലാം വെല്ലുവണ്ടിയുടെ പണി ചെയ്യുന്ന കടകളാണ്. കൂടുതലും ടിപ്പറിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. ടിപ്പർ, ബസ്, ഇതെല്ലാം ഇരുമ്പ് ഐറ്റംസ്. എല്ലാം ഓരോ കമ്പനികളാണ് കേട്ടോ. ഇത് മറ്റേ ഇതാ പാക്കിങ്, ഓരോ മെഷീനറി ഒക്കെ പാക്ക് ചെയ്യുന്നത്. എല്ലാം പൊടിമയമാണ്. എന്നാന്ന് വെച്ചാൽ ഇവിടെ മഴ കുറവായതുകൊണ്ടേ പൊടിയാണ് അന്തരീക്ഷത്തിൽ മൊത്തം. അതെല്ലാം വണ്ടി പൊളിക്കുന്ന സ്ഥലമാണ്. സെക്കൻഡ് സ്പെയർ പാർട്സ്. ഇതെല്ലാം വണ്ടി പൊളിക്കുന്ന സ്ഥലം. ഇവിടെയൊക്കെ വെല്ലുവണ്ടി, ചെറുവണ്ടി എല്ലാം പൊളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പാർട്സുകളും കിട്ടും. എഞ്ചിനൊക്കെ ഇരിക്കുന്നു. എഞ്ചിന്, ഹൗസിങ്, ടയറുകളുടെ ഉണ്ട്. ഇത് പഴയ ടയർ കൊടുക്കുന്നവരും പഴയ ഇതുണ്ട്, മാറുന്ന ടയറുകളൊക്കെ, കാറിന് അങ്ങനെ ഉള്ള ടയറുകളൊക്കെ കിട്ടും. പിന്നെ പഞ്ചർ കടയും കൂടെ ആണെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ എല്ലാം വർക്ക്ഷോപ്പിൻ്റെ ഏരിയ. 2 സൈഡിലും ലോറികളും കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഈ ഒരു ലോഡ് കയറ്റി അടുത്ത ലോഡ് കയറ്റി പോകാന്ന് പറഞ്ഞാൽ ഇതിപ്പം പടുതായിടണ്ടാത്തതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല, എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ലോഡാണെ അത് കയറ്റി പടുതായിട്ട് ഞാൻ അടുത്ത സ്ഥലത്ത് ചെന്ന് അതഴിച്ച് അടുത്ത കയറ്റി പടുതായിട്ട് അങ്ങനെയൊക്കെ വേണം പോകാൻ. ചിലപ്പം 5, 6, 7, 8 ഒക്കെ ഡെലിവറിയും കാണും. അപ്പോൾ മഴക്കാലം കൂടെ ആണെങ്കിൽ സുഖമായി. അപ്പം ഇവിടെ പിന്നെ അധികം മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇറക്കാൻ ചെല്ലുന്ന നമ്മൾ നാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് മഴയും കൂടെ ആണെങ്കിൽ ഇതെല്ലാം ഒരിടത്തഴിച്ചു, വീണ്ടും പടുതായിട്ട് അടുത്ത സ്ഥലത്തഴിച്ചു, വീണ്ടും പടുതായിട്ട്. നനഞ്ഞാൽ പിന്നെ വാടകയും കിട്ടുകയില്ല. വാടകയും കുറേ കട്ട് ചെയ്യും. പിന്നെ നനയുന്ന സാധനത്തിൻ്റെ വില അനുസരിച്ചിരിക്കും. സ്റ്റിയറിങ്ങിൻ്റെ കവറും വീൽ കപ്പും എന്ന് വേണ്ട, വണ്ടിയുടെ സൈഡിൽ പിടിപ്പിക്കുന്ന മറ്റേ ഇത് പുല്ലും സാധനങ്ങളെല്ലാം ഉണ്ട്. ആഹാ, ഗീർപശുക്കളെല്ലാം. ഇവരുടെ ചെവി കണ്ടോ? എന്നാ വലിയ ചെവിയാന്ന്. 3 പേരുണ്ട് കേട്ടോ. അതെ, ഇവരനെ ഈ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും പോന്നേ. അവിടെ നിർത്ത, ഫ്രണ്ടിലോട്ട് നോക്കി. ആഹാ, ഇതേ എത്ര പേരാന്ന് നോക്കിയേ. ഇവർ ഒത്തിരി പേരുണ്ട്. ഇവർ ക്രോസ് ചെയ്യാൻ പോവാ കേട്ടോ. എല്ലാവരും ഈ സൈഡിലേക്ക്. ഏറ്റവും തിരക്കുള്ള ഹൈവേ. വൈകുന്നേരം ആകുമ്പോൾ നോക്കിയോ ഭയങ്കര തിരക്കായിരിക്കും. രാത്രിയില്ല തിരക്ക് കൂടുതൽ. അത് ഈ ലോറികളെല്ലാം കൂടെ വന്ന് നല്ല തിരക്കായിരിക്കും. ഒരു പരിധി വരെ ഈ വഴിക്ക് തിരക്ക് കുറവാണ്. മറ്റേ ഹൈവേ വന്ന പിന്നെ എക്സ്പ്രസ് വേ വന്നാൽ പിന്നെ അതുകൊണ്ട് ഇച്ചിരി സമാധാനമുണ്ട്. എന്നാടാ നീ യോഗ ചെയ്യുകയാണോ? ഉണ്ണിച്ചേട്ടനോ? നിന്റെ ആശാനെ പഠിക്കാണോ? അപ്പോഴേ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാണെങ്കിലേ നമുക്ക് ചെറുതായിട്ട് എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോവാം. ഇവിടെ എങ്ങും ഒതുക്കാൻ ഒരു സൗകര്യം കാണുന്നില്ല. അത് തന്നെയല്ല, മെയിൻ ഡ്രൈവർ ഒരു കാരണവശാലും കുക്ക് ചെയ്തേക്കില്ല. നമ്മുടെ ആസ്ഥാന കുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഇതേ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് കയറണം. ലെഫ്റ്റിലേക്ക് കയറിയാൽ മതി. NE4. അതെ, എക്സ്പ്രസ് വേയിൽ ഓട്ടോയോ, ട്രാക്ടർ, ബൈക്ക്, കാളവണ്ടി ഒന്നും പാടില്ല. നമുക്ക് പഴയ വഴിക്ക് തന്നെ പോവാവേ. നമ്മളെ അങ്ങോട്ട് പോയപ്പോൾ ഇവിടുന്നാണ് കയറിയത്. ഇവിടെ ഈ സൈഡിൽ നിന്നല്ല, അപ്പുറ സൈഡിൽ നിന്നാണ് കയറിയത് എക്സ്പ്രസ് വേയിലേക്ക്. ഇതാണ് മുകളിൽ കൂടെ പോകുന്നതാണ് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ, NE4. എക്സ്പ്രസ് വേയിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ.
നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതിലെ അവിടെ നിന്ന് കയറിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ചെറിയ ലോഡ് പോകുന്നു. വീതി കണ്ടോ എത്രയെന്ന്? കിം റിവർ ബ്രിഡ്ജ്. അപ്പോൾ ഈ താഴെക്കൂടെ ഒഴുകുന്നില്ല, അതാണ് കിം നദി. അപ്പോൾ ഇവിടെ സൈഡിൽ ഒതുക്കുകയാണെങ്കിൽ സർവീസ് റോഡിൽ ഒതുക്കിടാം. അവിടെ ഒതുക്കുകയാണെങ്കിൽ ആകാശ് നല്ല എന്തായാലും നമുക്ക് കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് കണ്ടോ 2 വണ്ടികളാണ് പോകുന്നത് കണ്ടോ. ബൈക്ക് പിക്കപ്പാണ്, അതിൻ്റെ പുറകിൽ ഒരു സൈക്കിൾ റിക്ഷ. എന്നാ കടുങ്കാപ്പിയാ? വേറെന്നാടാ? ബുൾസയോ? കൊള്ളാലോ. ഞാൻ മാത്രമേ ഉള്ളോ? ചേച്ചി പറഞ്ഞു പിന്നെ ഏത്തപ്പഴം ഉണ്ടെന്ന്. ഏത്തപ്പഴം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പുരോഗമനമുണ്ട് ഈ ട്രിപ്പ് കേട്ടോ. കുക്ക് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, സർവകലാ വല്ലഭൻ. പക്ഷെ വകതിരിവ് അല്പം കുറവാണ്. പഞ്ചസാര ഇട്ടിട്ട് ഇളക്കണ്ടായി. ഈ കുറച്ചായിട്ടിരിക്കുന്നു. കുറച്ച് മതി. പക്ഷെ തണുപ്പൊക്കെ അങ്ങ് പോയി എന്ന് പറയാം. ഇപ്പം വൈകുന്നേരം ചെറിയ ചൂടാ, വൈകുന്നേരം ചെറിയ തണുപ്പുണ്ടാവും. കടുങ്കാപ്പി പിന്നെ വെച്ചാൽ മതിയായിരുന്നു. അവിടെ അങ്ങനെ പൊട്ടിച്ചൊഴിക്കണോ? അടുക്ക പൊട്ടിച്ച് ഇങ്ങനെ അങ്ങ് ഒഴിക്കണം. അല്ല, ഇത് മേള് പൊട്ടിയിരിക്കുന്നുണ്ട്. നിൻ്റെ ഐഡിയക്ക് ചെയ്തോ, ഞാൻ പറയുന്നില്ല. കുക്കിൻ്റെ സ്വന്തം ഐഡിയക്ക് അങ്ങനെ ചെയ്താൽ മതി. ചേച്ചി ഉപ്പിട്ട് മിക്സ് അടിക്കണ്ടല്ലോ. അതിനകത്ത് ഉപ്പിടാനോ? ഇത് നിനക്കുള്ളതാണ്. ഉണ്ണിയൊക്കെ പൊട്ടി. അതാ ഞാൻ പറഞ്ഞത്, ഇത് നിനക്കുള്ള. അതുകൊണ്ട് ചെയ്യുന്ന പറഞ്ഞിട്ടും അത് അങ്ങനെ ചെയ്യാത്ത. അങ്ങനെ പൊട്ടുവാണെങ്കിൽ എനിക്ക് തിന്നാലോ എന്ന് ഓർത്താ. അറിയാത്ത പോലെ വാദിക്കാം. അടുത്ത മുട്ട വെടിച്ചില്ലായിരിക്കും. ഇതുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ, കണ്ടോ? ആ ഉണ്ണിക്കും ഈ ദിവ്യ ഉണ്ണിക്കും എന്നാ പ്രശ്നം? എന്നാ ഉണ്ണി പൊട്ടുവോ? നിൽക്കുന്നു ഉണ്ണി പൊട്ടാതെ എടുക്കാം. ഓക്കെ. പാവം കോയെ കൊണ്ട് പാത്രം കഴിച്ചെന്ന് പറയും കേട്ടോ. ഇപ്പം പാവാന്നാരാ പറഞ്ഞതിന്? നമുക്കല്ലേ അറിയത്തുള്ളൂ, ഉറങ്ങുമ്പോ മാത്രമേ പാവമുള്ളൂ. പാവം അല്ലെന്നും പറയുന്നുണ്ടായിരുന്നു. അതെ, അതായത് അടുത്തറിയാവുന്ന ആൾക്കാരാ പറഞ്ഞത്. എനിക്ക് വേണ്ടി ഭയങ്കര നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഞാൻ പാവവുമാണ് ദുഷ്ടനുമാണ്. എന്താണേലും നല്ല ബുൾസയും കടുങ്കാപ്പിയും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല, കടുങ്കാപ്പി ഇടാൻ ഇവൻ പഠിച്ചു കേട്ടോ. അല്ല, ബുൾസ ഉണ്ടാക്കി തന്നെ കുഴപ്പം? കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ചേട്ടൻ എം നമ്പ്യാരെ പോലെ ആയിരുന്നല്ലോ കൂടിയിട്ട്. അതെന്നാ ചെയ്യണമെന്നറിയാവോ? ബുൾസ ഉണ്ടാക്കുമ്പം കുരുമുളക് പൊടി ഉപ്പും കൂടെ ഒരു പാത്രത്തിൽ ആദ്യം മിക്സ് ചെയ്ത് വെക്കണം, എന്നിട്ട് അങ്ങോട്ട് വെതറിയിടണം. അപ്പം കറക്റ്റ് ആവും. ഞങ്ങളുടെ വീട്ടിൽ മുട്ടയൊന്നും എടുക്കാറില്ല. ഈ വണ്ടിയെ വന്നിട്ടുള്ള കഴിപ്പും അല്ല എവിടെയെങ്കിലും പോകുമ്പോൾ ഉള്ള കഴിപ്പോ മുട്ട ഉണ്ടാക്കുന്നതിൽ സ്വല്പം പരാജയമാണ് എല്ലാം നമ്മൾ പറയുന്നില്ല. എല്ലാ കെട്ടിടത്തിനും പുറത്തുണ്ട്. എന്നാ പൊടിയാന്ന് നോക്കി, പൊടി ഇങ്ങനെ അടിഞ്ഞ് കിടക്കുകയാണ് മരങ്ങളുടെ ഇലയിലും എല്ലാം. പാലോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. അതിപ്പോൾ നമ്മുടെ ആകാശ് പറഞ്ഞ തന്നെ പാലോട് തിരുവനന്തപുരത്തട. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതുണ്ടോ വേസ്റ്റ് കൊണ്ടോ കൂട്ടിയേക്കുന്നുണ്ടോ? ഇത്രയും ഹൈവേയുടെ സൈഡിലല്ലേ? പക്ഷെ ഇത് ഏതോ കമ്പനിയിലെ വേസ്റ്റാന്ന് തോന്നുന്നു. അതിന്റെ പ്ലാസ്റ്റിക് വേണ്ടല്ലോ, കെമിക്കലിന്റെ മണം. ഇവിടെ എല്ലാം ഒരുപാട് ഫാക്ടറികളുണ്ട്. അപ്പം ഫാക്ടറിയിൽ നിന്ന് പോകുന്ന ഈ പുകയുടെ എല്ലാം സ്മെല്ലാണ് ഇങ്ങനെ. അത് അന്തരീക്ഷത്തിൽ വന്നിട്ടാണ് അന്തരീക്ഷത്തിൽ ഈ കെമിക്കലിന്റെ മണം വരുന്നത്. GSRTC പ്രീമിയം ബസ്സാ. പ്രീമിയം ബസ്സെന്നല്ല, പ്രീമിയം സർവീസ് അത് കേട്ടോ. അത് GSRTC ആണേലും പ്രൈവറ്റ് പാർട്ടികളെയാ വണ്ടി. GSRTC ഓടുന്ന ലീസിന് ഓടുന്ന. എങ്ങനെയാലും ജീവിച്ചു പോട്ടെ. ഞാൻ വേണമെങ്കിൽ വെള്ളം മെയിൻ ഡ്രൈവറായിട്ടൊക്കെ പോക്കോളാം അല്ലേ? വലിയ കുഴപ്പം വരികയല്ല. കളക്ഷൻ ഞാൻ മേടിച്ചോണ്ട് വരാം, പോയിട്ട് കണക്കൊക്കെ തരാം. ഈ ടോൾ ബൂത്ത് നല്ല രസമുണ്ട്.
ഇവിടെ എത്ര രൂപ എന്ന് നോക്കിയേ, 645 രൂപ ടോള് കേട്ടോ. ഹൈവേ പഴയതാണേലും ടോളിൻ്റെ എമൗണ്ട് പുതിയതാണ്, 645 രൂപ. അപ്പോൾ നമ്മൾ സൂറത്ത് എടുക്കാറായി. ഈ നദിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇത് താപി നദിയാന്ന് തോന്നുന്നു. താപി നദിയാന്ന് തോന്നുന്നല്ല, താപി നദിയാ ഇത്. താപി നദിയാണ് മെയിനായിട്ടും അല്ലേ, ഇവിടെ എല്ലാം വെള്ളം ഈ നദിയിലെ വെള്ളമാണ്. ചേട്ടാ ആ ഈ പുത്തൻവണ്ടി എടുത്തപ്പോഴേ ചേട്ടൻ അതിനെ ചുറ്റിപ്പറ്റി ഇറക്കുമായിരുന്നു, അത് എന്നായിരുന്നു? ഏത് പുത്തൻവണ്ടി എടുത്തപ്പോ? ചേസ് എടുത്തില്ലായിരുന്നു ലൈലാൻഡ്? ആദ്യം എടുത്തപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് സാഫല്യമാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിൽ ബോഡി ചെയ്യാൻ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു 15 ദിവസം കൊണ്ട് ബോഡി ചെയ്ത് കിട്ടി. ഈ 15 ദിവസവും ആ വണ്ടിയുടെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കിടക്കാൻ നേരം റൂമിലോട്ട് പോകും, തിരിച്ചു വരും. അതിലൊരു നട്ട് മുറുക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ രാജേഷ് പിന്നെ അളിയനുണ്ടായിരുന്നു, 2 വണ്ടിയാണ് എടുത്തത്. അളിയനൊരു വണ്ടി, ഞങ്ങളൊരു വണ്ടി. അപ്പം ഞങ്ങൾ 3 പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ പണിക്കാർ വരുന്നതിന് മുമ്പ് വർക്ക്ഷോപ്പിൽ വരും. എന്നിട്ട് ഇവർ പോയി കഴിയുമ്പോഴേ ഞങ്ങൾ പോകുള്ളൂ. എന്നിട്ട് അന്നേരം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞ് അത് നോക്കി ഇത് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു. 15 ദിവസം കൊണ്ട് ബോഡി പണിത് കിട്ടി, കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് ഏകദേശം ഒരു 20 ദിവസം കൊണ്ട് തന്നെ വണ്ടി ഓടാറായി. പിന്നെ 1 വർഷം നിലം തൊട്ടിട്ടില്ല വണ്ടി. 1 വർഷമല്ല, പിന്നെ കുറേ കാലം. അല്ല, ഈ പുത്തൻവണ്ടിയുടെ മണം ഇപ്പോഴും മനസ്സിലുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബൈക്ക് പോലും എടുക്കുന്നതിന് മുമ്പ് എടുത്ത വണ്ടി ആ ലോറിയുടെ ചേസാണ്. 6,49,000 രൂപയായിരുന്നു അന്ന് ചേസ് വില. 6 വീൽ വണ്ടിയുടെ അശോക് ലേലാൻഡ്. അതെന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഞാനും ഇതേപോലെ ആയിരുന്നു. ഇതേപോലെ വണ്ടി പുത്തൻവണ്ടി വരുന്നു പറഞ്ഞാൽ നമുക്കിങ്ങനെ ആദ്യമേ കുറെ വണ്ടികളൊക്കെ പോയി നോക്കി. നമുക്കൊന്നും ലോണൊന്നും സെറ്റ് ആകുന്നില്ല, ലോണിന് അനുസരിച്ചുള്ള എമൗണ്ട് കയറുന്നില്ല വണ്ടിക്ക്. അങ്ങനെ അടിച്ചു പിടിച്ച് പുത്തൻവണ്ടി ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം ആദ്യം നോക്കാൻ പോയ വണ്ടികളെല്ലാം നിരാശയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുത്തൻവണ്ടി ഒരെണ്ണം സെറ്റായി. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് വീട്ടുകാരെല്ലാം കൂടെ പോയി എടുക്കണമെന്നായിരുന്നു. പക്ഷേ അച്ഛൻ ആരോടും പറയാതെ പോയി വണ്ടി ഒരെണ്ണം സെറ്റാക്കിയിട്ട്. അച്ഛൻ തന്നെ പോയി എടുത്തോ? അല്ല, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ഇന്ന് വൈകിട്ട് ഡെലിവറി വരും, പോയി എടുത്തോണമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് കണ്ട 17 വയസ്സോ 16 വയസ്സോ 17-18 വയസ്സും കണ്ടുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു പോയി വണ്ടി എടുക്കണമെന്ന്. അപ്പനോ ഇല്ല, ഞാൻ അവിടുന്ന് ഒരു ഡ്രൈവർ ചേട്ടനെയും വിളിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോയി. വണ്ടി എടുക്കാൻ പോയിട്ട് താക്കോൽ എൻ്റെ കയ്യിൽ തരുമ്പോണ്ടല്ലേ എൻ്റെ ചേട്ടാ ഇങ്ങനെ കുളിരായിരുന്നു. എന്നിട്ട് ഈ വണ്ടി കൊണ്ടുപോയി വീടിന്റെ അവിടെ കൊണ്ടുപോയി, വീടിനങ്ങോട്ട് പോകത്തില്ല, വഴിയിലാണ് കൊണ്ടിടുന്നത്, ഏറ്റവും ഒരു പമ്പിന്റെ ഓപ്പോസിറ്റ്. ആ ഓപ്പോസിറ്റ് കൊണ്ടിട്ട് ഞാൻ 3 ദിവസം വണ്ടി വീടിന്റെ അവിടെ ഇട്ടു. ഞാൻ ആ വീട്ടിലും എവിടെയും പോകാതെ ആ വണ്ടിയെ ചുറ്റിപ്പറ്റി പൊടിയൊക്കെ വെടിച്ച് തൊട്ട് തുടച്ച് മറ്റേ വണ്ടിയിലെ മറ്റേ ഈ കവറൊക്കെ ഇല്ലേ, സീറ്റ് വരുന്ന കവർ, കമ്പനി ക്യാബിനൊക്കെ ആയിരുന്നുകൊണ്ട് സീറ്റ് കവർ പോലും പൊട്ടിക്കാതെ ഒരു പൊടി അകത്ത് ഞങ്ങൾക്ക് കേട്ടിക്കത്തില്ലായിരുന്നു. അതുപോലെ ഞാനത് ആ വണ്ടി കൊണ്ടു നടന്നത്. അങ്ങനെയാണ് ഈ വണ്ടിയും കൊണ്ട് കിടക്കാൻ. പുതുപ്പെണ്ണ് പുരപ്പുറവും തൂക്കെന്ന് പറയുന്ന പോലെ വൃത്തി ഭയങ്കരമായിട്ട് ഞാൻ നോക്കുമായിരുന്നു. അത് നമുക്കറിയാം. ഞാൻ വണ്ടിക്കകത്ത് അതുപോലെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് എങ്ങനെയാലും പെട്ടെന്ന് വീട്ടിൽ വരണമെന്നുള്ളൂ. അങ്ങനെ ഞാൻ അവധി കിട്ടുമ്പോൾ ആദ്യമേ ലോക്കലാണ് ഓടിക്കൊണ്ടിരുന്ന, ലോങ്ങൊന്നും പോകാതെ. ഇതിനെക്കുറിച്ച് ABCD ഒന്നും അറിയത്തില്ലല്ലോ. വണ്ടിക്ക് പടുതാ മേടിക്കാൻ പൈസ ഇല്ല. വാടകയ്ക്ക് ചൈനാട്ട് പോയിട്ട് 3 പടുതാ മേടിച്ചോണ്ട് വന്നു. 12 പടുതായിട്ട് നെല്ല് കെട്ടിട്ട് എവിടെ വെക്കാനും. അമ്പടാ കൊള്ളാലോ. അതാണ് ആന മേടിക്കാൻ തോട്ടി മേടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പടതാടെ സൈസ് എത്രയാണെന്ന് അറിയത്തില്ല. ഞാൻ ചിന്തിക്കുന്നത്, നമ്മള് വീട്ടുകാര് ചിന്തിക്കുന്നത് എങ്ങനെയാ, ഏതാണ്ട് പടതാ കിട്ടും, വെറുതെ 10 വരെയുടെ എന്റെ കൊടുത്ത് പടതാ മേടിക്കണോ, 300 രൂപ വെച്ച് കണക്ക് കൂട്ട് പോവാ. വാടക കൊടുത്താൽ മതിയല്ലോ. വാടക കൊടുത്താൽ മതിയില്ല, 50 രൂപ വെച്ച് നോക്കുവാണെങ്കിൽ ലാഭമാ. പടതാ മേടിച്ച് 3 പടതാ എടുത്തോണ്ട് വന്നു കഴിച്ചപ്പോ മുക്കും മൂലയും കൊള്ളുന്നില്ല. കയറാണെങ്കിലോ ചക്രക്കയറ് എവിടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ സൈക്കിളടയിലെ ചേട്ടന് മറ്റേ പരസ്യം ചെയ്ത് വലിയ ഫ്ലെക്സ് ഇത് എളുപ്പമുണ്ടായിരുന്നു. ആ ഫ്ലെക്സ് വെച്ചാ ഒരു 2 മാസം ഓടിയ വണ്ടി. നീ പറയുന്നതൊക്കെ സത്യമാണോ? സത്യമായ കാര്യം. പൊട്ട് കഴിച്ചിട്ട് പറയുന്നല്ലോ. അല്ല, അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോയി പടുതാ മേടിച്ചു. അതൊരു 30-27 വേണമല്ലോ സിംഗിൾ വണ്ടിക്ക് പടുതാ. 30-27. അതെങ്ങാണ്ട് നമ്മുടെ ഇപ്പൊ ഈ കിടക്കുന്ന സിംഗിൾ പടുതാടെ വീതിക്കാ പുള്ളി നൈലോൺ മേടിച്ചോണ്ട് പോകുന്നത്. സിംഗിൾ നൈലോൺ ഇവിടെ ഇരിക്കുന്നില്ല, അതേപോലത്തെ സിംഗിൾ നൈലോണാണ് മേടിച്ചോണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറൊരു പടുതായും കൂടെ മേടിച്ച് സെറ്റാക്കി. ഏത് വർഷമായിരുന്നു? 2012 അവസാനം 13 തുടക്കം.
ആദ്യം നീ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ ചേനാട് ഈരാറ്റുപേട്ടയ്ക്ക് അപ്പുറമുള്ള സ്ഥലമാണ്. അവിടെ പോയി പടുത എടുത്തോണ്ട് ഞാൻ അവിടെ എന്താ പ്രത്യേകത എന്ന് ഓർത്തു. പിന്നെ മനസ്സിലായേ മേശയും കസേരയും പടുതയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നിടത്തുനിന്നാ പടുത എടുത്തോണ്ട് പോകുന്നതെന്ന് മനസ്സിലായേ. ആ വണ്ടി എത്ര വർഷം ഓടിച്ചായിരുന്നു? ഒരു 3 കൊല്ലം. ആ 3 കൊല്ലം അടുത്തോളം ഓടി. ആ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഏറ്റുമാനൂരപ്പൻ എന്നല്ലായിരുന്നോ പേര്? ടാറ്റയുടെ വണ്ടി. ആ വണ്ടിയുടെ ഗുണം എന്നാന്നറിയോ? ആ ഈ മറ്റേ നാഷ പെർമിറ്റ് വണ്ടിയേക്കാളും ഒരടി നീളക്കുറവാണ്. നീളം കുറവോ? അതിനാ 16 അടിയാ? അല്ല ലൈലാൻഡ് എത്ര? 18 അടിയല്ലേ? 18 അടി. 18 അടി. അത് 17 അടിയേ ഉള്ളൂ. അതിനാ ഒരടി കുറവായിരുന്നു. ആ ക്യാബിൻ കമ്പനി. ആ ഓ ശരി. ഒരടി നീളക്കുറവല്ലേ. ആ പിന്നെ വേറൊരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ആദ്യത്തെ എയർ ക്ലച്ച് എന്നാന്ന് പോലും അറിയാത്ത കാലത്തായിരുന്നു. അന്നൊക്കെ നമുക്ക് സിംഗിൾ വണ്ടിയുള്ള സമയമാണ്. അപ്പൊ ആ പമ്പിന്റെ അവിടെ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കാണാം മിക്കവാറും. എനിക്ക് വണ്ടി എടുത്ത വണ്ടി ഓടണമെന്നല്ല, വീടിന്റെ വീടിന് മുമ്പിൽ നമുക്ക് ഗാംഭീര്യത്തോടെ ഒരു കൊമ്പനാന കിടക്കുന്ന പോലത്തെ കിടക്കണം. 10 പേര് ചോദിക്കണം ആരുടെയാ വണ്ടി. ഭയങ്കര ഇതാ. EMI വരുമ്പോഴേ നമുക്ക് ഈ ദാരിദ്ര്യം മനസ്സിലാകത്തുള്ളൂ. അടയ്ക്കുന്ന ഡേറ്റ് ആകുമ്പോഴത്തേനും വീടിന്റെ മറ്റത്ത് ഇട്ടോണ്ടിരുന്നാലേ അതിലും നീ ഇത് പറഞ്ഞ വേറൊരു കഥ ഞാൻ പറയാം ഇപ്പൊ. പറഞ്ഞു. ഈ കോളേജില് ഈ ലോറിയായിട്ട് അങ്ങ് പോയി 10 പിള്ളേരുടെ മുമ്പിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. കോളേജിലോ? ലോറി എടുത്തോണ്ട് കോളേജിലൊക്കെ പോയിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുക. നേരെ ഞാനപ്പോ ഈ സാധനം പഠിച്ചു വരുന്നേ ഉള്ളൂ. നേരെ എന്ന് പോയി പിള്ളേര് നിൽക്കുന്നു, ആമ്പിള്ളേര് നിൽക്കുന്നു. നമ്മുടെ മറ്റേ പുള്ളി ഇപ്പൊ മറ്റേ കൈയൊക്കെ പൊക്കി കാണിക്കുന്ന ടീമില്ലേ, ആ പുള്ളിയെ പോലെ ഞാനും ഇച്ചിരി വൈബായിട്ടൊക്കെ ചെന്നതാ. വണ്ടി ഓഫായി പോയി. ജന്മം ചെയ്ത വണ്ടി വിലങ്ങി പോയിട്ട് തിരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ എടുക്കും? ഈ സാധാരണ എല്ലാരും വരുമ്പോ വണ്ടി വരുമ്പോ എല്ലാരും ആരവം വെക്കത്തില്ലേ, തിരിച്ചു വരുമ്പോ പോയിക്കൊണ്ടിരിക്കും. നിന്നൊരുങ്ങുന്നതും വെന്തൊരുങ്ങുന്നതും എങ്ങനെയാന്ന് എനിക്കൊന്ന് മനസ്സിലായി. അല്ല വല്ല കാര്യം ഉണ്ടായിരുന്നു. ആന ആ മുറ്റത്ത് നിന്നോളല്ലായിരുന്നു. ഇല്ല, അത് കഴിഞ്ഞപ്പോ ചേട്ടായിക്ക് അവിടെ ഒരു പേരായി. അത് കഴിഞ്ഞിട്ട് ആ വണ്ടി കോളേജിൽ നിന്നൊക്കെ വണ്ടി കൊണ്ട് തിരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പ്രിൻസി വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അപ്പനോട് പറഞ്ഞു, എന്തിനാ മകൻ ഈ വണ്ടിയൊക്കെ കൊടുത്തു വിടുന്നത് എങ്ങനെയാന്ന്. ഞാൻ പോലും അറിഞ്ഞില്ല വണ്ടി എടുത്തോണ്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അറ്റൻഡൻസ് ഇല്ല, ഇങ്ങനെയാണ് എക്സാം എഴുതാൻ പറ്റുന്നത്. സാറാ ഇത് ഇങ്ങനെ TC വന്നേക്കാം, വണ്ടിക്ക് ഇപ്പൊ കിളിയുടെ ആവശ്യമുണ്ടോ? നീ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ, എന്നെ എനിക്ക് പണ്ടൊന്നുമല്ല, ഒരു 2018-20 ആ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോ നമ്പർ എടുത്തിട്ട് ഒരാൾ എന്നെ വിളിച്ചു. അപ്പൊ പുള്ളിയുടെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്, ഭാരത് ബെൻസ് 12 വീല്. അപ്പൊ പുള്ളി കുറേ കാലം വെളിയിലായിരുന്നു. വെളിയിലൊക്കെ പോയിട്ട് വന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് ഒരു ലോറി മേടിച്ചു. അപ്പോൾ ലോറി മേടിച്ച് എനിക്ക് തോന്നുന്നത് 2017-19 അങ്ങാണ്ടാന്ന് തോന്നുന്നു, 20-22 ആ ഒരു സമയത്താണ്. കറക്റ്റ് വർഷം ഓർക്കുന്നില്ല, കുറച്ചാളേ ആയിട്ടുള്ളൂ, 4-5 വർഷം ആയിട്ടുള്ളൂ. അപ്പം ഈ ലോറി മേടിച്ച് പുള്ളി ആദ്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 12 വീല് വണ്ടിയാണ് മേടിച്ചത്. ആദ്യം വീടിനടുത്ത് വലിയൊരു ഷെഡ് പണിതു വണ്ടി കയറ്റിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കഥയെല്ലാം എന്നോട് പറയാ. അപ്പം ഇപ്പം എന്നെ വിളിക്കുന്ന സമയത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, വണ്ടി ഒരു കാരണവശാലും മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയല്ല, ഇതെങ്ങനെയും കൊടുക്കണം. അപ്പോൾ പുള്ളി ഇതിൻ്റെ കണക്കെല്ലാം എഴുതി വെച്ചേക്കുക. എനിക്ക് തോന്നുന്നത് വണ്ടിക്ക് അന്നേരം വിളിക്കുന്ന സമയത്ത് 1-2 വർഷത്തിൽ താഴെ വണ്ടിക്ക് പഴക്കമുള്ളൂ. അപ്പം ഈ വണ്ടിക്ക് ഒരു മാർക്കറ്റ് വില എനിക്ക് തോന്നുന്നത് അന്നൊരു 20 ലക്ഷം രൂപയോ ഒക്കെ കാണുള്ളൂ ഈ വിളിക്കുന്ന സമയത്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഈ വണ്ടി എങ്ങനെയും കൊടുക്കണം, ഇനി ഇതിപ്പോൾ ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് 35 ലക്ഷം രൂപ കൊണ്ട് പുള്ളിക്ക് മുടക്കുണ്ട്, അപ്പം ആ പൈസ കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി കൊടുത്തേക്കാന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ കിട്ടത്തില്ല അത്രയും പൈസ. അപ്പം ഈ വിളിക്കുന്ന സമയത്ത് ഈ വണ്ടി വർക്ക്ഷോപ്പിൽ ഇതിൻ്റെ എൻജിൻ ഫെയിലായിപ്പോയി. അത് ചുരം ഇറങ്ങിയ സമയത്ത് ഡ്രൈവറുടെ മിസ്റ്റേക്കാണ്, ഭയങ്കര സ്പീഡിൽ വലിയ ഗിയറിൽ ഇറങ്ങി വന്ന് എൻജിൻ ജാമായിപ്പോയി. അപ്പോൾ എൻജിൻ പണിയുന്നതിന് കണ്ട് കുറേ പൈസ എല്ലാം കൂടെ ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ നല്ലൊരു എമൗണ്ട് ബില്ലടയ്ക്കണം. ഷോറൂമിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇത് എങ്ങനെയും കൊടുത്തൊഴിവാക്കണം. എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ഇത്രയും രൂപ കിട്ടണം. ഞാൻ പറഞ്ഞേട്ടാ വണ്ടിക്ക് മാർക്കറ്റ് വില കിട്ടുള്ളൂ, ചേട്ടൻ എത്ര രൂപ കിട്ടി എന്നുള്ളതല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വണ്ടി ഇടാൻ വേണ്ടി ഇത്ര രൂപ മുടക്കി ഷെഡ് പണിതു. അത് കഴിഞ്ഞ് ഇങ്ങനെ പുള്ളി
A to Z പണിതതിൻ്റെ മൊത്തം കണക്കാണ് പറഞ്ഞത്. പിന്നെ ലോൺ ഇത്ര രൂപ അടച്ചു, എനിക്കിപ്പോൾ ഇത്രയും രൂപ മുടക്കമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇത് കിട്ടുകയില്ലെന്നൊക്കെ പറഞ്ഞു. പുള്ളി പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം പുള്ളി ഈ പറഞ്ഞാൽ പുള്ളിക്ക് ഒന്നും അറിയത്തില്ലാതെ വന്ന് എങ്ങോട്ട് ലോഡ് എടുക്കണമെന്ന് അറിയത്തില്ല, ഡ്രൈവർമാരെ എങ്ങനെ വെച്ച് ഇത് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇതിൻ്റെ ABCD അറിയത്തില്ല. അപ്പം നീ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് കുറേ കാലം ഇങ്ങനെ അവിടെ കമ്പനി കിടന്നു ഈ വണ്ടി. അത് കഴിഞ്ഞ് പിന്നെ എന്ത് കൊടുക്കുമോ, ഫിനാൻസുകാർ കൊണ്ടുപോകുമോ എന്തോ ചെയ്തു. വലിയ ലോണൊന്നും ഇല്ല, കുറേ പൈസ പുള്ളി മുടക്കിയെടുത്താൽ നല്ല പൈസ പുള്ളിയുടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഈ ലോറി ഫീൽഡിൽ, ലോറി തന്നെയല്ല കേട്ടോ, അല്ലാതെ വണ്ടി മേടിച്ച ആൾക്കാർ പൈസ പോകുന്നുണ്ട്. ഈ വണ്ടി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സാണേലും ലോറി ആണേലും ഇല്ലെങ്കിൽ ടൂറിസ്റ്റ് വണ്ടികളാണേലും അത് ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയേ അല്ലത്. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും അറിയത്തില്ലാതെ എടുത്താലും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ചിലപ്പം നല്ല രീതിയിൽ പോകും. പക്ഷേ അതൊരു കൂടുതൽ ആൾക്കാരും 1-2 വർഷം 2-3 വർഷം കൊണ്ടാണെന്ന് വെച്ച് പിന്നെ കൊടുത്ത് ഒഴിവാക്കായിരിക്കും നടക്കുന്ന കൂടുതലും. കുറേ പൈസ അങ്ങനെ പോകും. അങ്ങനെ ഒരു ഫീൽഡാണ് ഈ വണ്ടി ഫീൽഡ്. ഞാനൊക്കെ ആദ്യമായിട്ട് ജീപ്പും കൊണ്ട് നടന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ സ്വന്തമായിട്ടൊരു വണ്ടി എന്ന് പറയുന്നത്. അത് മിക്ക മനുഷ്യരുടെയും ഒരു ആഗ്രഹമാണ്. അതൊരു ഫ്രൂട്ട്സ് മാർക്കറ്റ്. അത് രാജ്ഹാൻസ് ട്രാൻസ്പോർട്ട് നഗർ. ഈ ട്രാൻസ്പോർട്ട് നഗറിൽ ഒരുപാട് ഗോഡൗണുകളും ട്രാൻസ്പോർട്ടുകളും ഒക്കെ ഉള്ളത്. അതുണ്ടോ ലോറികളെല്ലാം, അത് അങ്ങനെ കാണാൻ ലോറികളിലൊക്കെ ലോഡ് കയറ്റാനും ഇറക്കാനും ഒക്കെ കിടക്കുന്നത്. ഈ പന കണ്ടോ? ഈ പന ഈ പന മറ്റേ പൈനാപ്പിൾ മാർക്കറ്റിലേക്ക് പോകാനുള്ള തിരിയാനുള്ള കവലയുടെ അടയാളം അല്ലേ സൂറത്തിലെ? ഓട്ട മത്സരമാണോ? എല്ലാവരും ഓടിപ്പോവാണല്ലോ വീട്ടിലെത്താനുള്ള ധൃതിക്ക്. നല്ല കളറാ അല്ലേ? ഒരു പശുക്കുട്ടീനെ കിട്ടുമായിരുന്നേ, കൊണ്ടുപോയിരുന്നല്ലേ? ആർക്ക്? സൂര്യക്കാണോ? സൂര്യ എന്നെ ഓടിക്കുന്ന. എരുമ, വെള്ള എരുമയുണ്ട്. സൂര്യ പറയും ചേച്ചി വീട്ടിലിരുന്നോ, ഞാൻ വണ്ടിയെ പൊക്കോളാന്ന് പറഞ്ഞു. പശുവിനെ കൊണ്ട് ചെല്ലുകയാണല്ലേ? ഇത് ഫാമാട്ടോ. ഇതൊരു ഫാമാ. അതെ, ഇഷ്ടംപോലെ പശുക്കളുണ്ട്. പക്ഷേ എരുമയുണ്ട് ഇപ്പുറത്ത്. എരുമയും വണ്ടികളെല്ലാം ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡിന് വേണ്ടി കിടക്കുന്ന. ആകാശ് വേണം, ഇനിയും വേണേലും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്യാനിട്ടല്ലേ, വേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. അല്ലേ, ചായ എടുത്ത പോലെ ഒരു വണ്ടി അങ്ങോട്ട് എടുക്കണം. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ ലോറിയോട്. ആണോ? ഇതിപ്പോ വേറെ എന്നാന്നറിയോ, മാസാവസാനം ആകുമ്പോ EMI അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, ചായ അടയ്ക്കണം, ചക്രശ്വാസം വലിക്കണം, ടയർ എടുക്കണം. ഇത് എന്റെ പോക്കറ്റിൽ കിടക്കും. ഏത്? ഈ എന്റെ വണ്ടി ഓടുന്ന പാറ്റായി. മറ്റേ അതും കാണുകയല്ല, വണ്ടി ഓടുന്നതും കാണുകയല്ല. ചെലവോടെ ചെലവായിരിക്കും. 40 ലക്ഷം രൂപ ലോൺ എടുത്താൽ 60 ലക്ഷം രൂപ അടയ്ക്കണം. അടഞ്ഞു തീരുമ്പോൾ 60 ലക്ഷം രൂപ ആവും. പിന്നെ ഈ വണ്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് വില കൂടിയില്ലേ? അപ്പം അതനുസരിച്ച് നമ്മളൊക്കെ ഓടുമ്പോൾ കിട്ടുന്ന പൈസ വാടക കൂടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതാണ് പ്രശ്നം. ടോള് കൂടി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി എടുത്തപ്പം ഇത് 2015 ഈ വണ്ടി നമ്മുടെ 66 എടുക്കുന്ന സമയത്ത് 2015 ഓൺ റോഡ് ഫുള്ളി ബിൽറ്റ് വണ്ടി. ഇത് കമ്പനി ബോഡി. അതിൻ്റെ 21 ലക്ഷത്തി സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. 21 അല്ല 22 കൂട്ടിക്കോ. കറക്റ്റ് തന്നെയാ. ഇൻവോയ്സ് ഒക്കെ നമ്മുടെ അവിടെ ഇരിപ്പുണ്ട്, അത് നോക്കിയാൽ കറക്റ്റ് അറിയാം. 21-22 ലക്ഷം രൂപ വിലയേ ഉള്ളൂ. ഇന്ന് ആ സ്ഥാനത്ത് ഇതേപോലെ ഒരു 12 വീൽ വണ്ടി ബോഡി ചെയ്ത് ഓടാറാകണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 46 ലക്ഷം രൂപ, 45-46 ലക്ഷം രൂപ വേണം. നേരെ ഡബിളായി. പക്ഷെ എന്നും പറഞ്ഞ് ഈ വണ്ടി ഓടിയാ പിന്നെ ലാഭം കൂടുതലുണ്ടോ? ഇല്ല. അന്നത്തെ വാടകയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെലവ് കൂടുകയും ചെയ്തു, ബാലൻസ് കുറയുകയോ ചെയ്തു. ബാലൻസ് നിലവിലുള്ള ബാലൻസ് കുറഞ്ഞു, ആവശ്യമില്ലാത്ത ചെലവ് കൂടി. ഈ ആർട്ട് ബ്ലൂ പോലത്തെ സാധനം അതിന് കൂടുതലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ പുതിയ വണ്ടി വരുന്ന ഇപ്പം ആർട്ട് ബ്ലൂ, ഇപ്പം ഇത് പിന്നെ നമുക്ക് ആർട്ട് ബ്ലൂ വേണ്ട. പിന്നെ മെയിൻ്റെനൻസും പുതിയ വണ്ടികൾക്ക് ഇച്ചിരി കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ ഈ സെൻസർ എല്ലാം കൂടുതൽ സെൻസറും ഒക്കെ അല്ലേ. വിലക്ക് വണ്ടിയാണെങ്കിൽ നമ്മൾ 2 ചായക്ക് വലിയൊരു പറ്റി എന്നാ പറ്റിയെന്നറിയോ? ആ GST കുറച്ചത് അവൻ വണ്ടി എടുത്തതിന്റെ പിറ്റേ മാസമാണ് ഒരു 4 ലക്ഷം രൂപ നെറ്റ് കൂടുതലായിപ്പോയി വണ്ടിക്ക്. അതുകൊണ്ട് ഇല്ല, ഒരു 4 ലക്ഷം രൂപ കുറച്ച് കിട്ടിയേനെ. അതറിയത്തില്ലായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ ആ ഒരു മാസം അവിടെ കഴിഞ്ഞാൽ എടുത്തിരുന്നെങ്കിൽ ബോഡി ചെയ്യാനുള്ള പൈസ കിട്ടിയേനെ. ഇത്രയും വില കുറഞ്ഞ് കിട്ടിയല്ലേ? EMI കുറയല്ലേ? അത് കുറച്ചടച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴേ നമ്മുടെ രാജേഷേട്ടനും ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ഒതുക്കി നിർത്താൻ. ഇതൊക്കെ പറഞ്ഞാൽ ഈ കോഴിക്ക് റെസ്റ്റ് കൊടുത്തേക്കാണോ? അല്ല, ഇനിയിപ്പോ കോഴിയുടെ ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ?
ആ എടാ ഈ ക്യാമറാമാൻ പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. വെറുതെ ഇരിക്കുന്നവനെ എടുത്ത് പണിയെടുപ്പിക്കുകയുള്ളൂ. കണ്ടോ ആ പിക്കപ്പേ കണ്ടോ എത്ര പേരാന്ന് നോക്കിയേ. ഇവർ ഈ പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെ കേട്ടോ. അതുകൊണ്ട് അവർ ഇപ്പം വന്ന് കയറിയതാ. ഓ അവരെ കയറ്റാൻ വേണ്ടി നിർത്തിയതാ. ആ ഇത് സ്ഥിരം സ്ഥിരം ഇങ്ങനെ പണിക്ക് ആൾക്കാരെയും കൊണ്ട് പോകുന്ന വണ്ടിയാന്ന് തോന്നുന്നു. എത്ര പേരാന്ന് നോക്കി. എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ സീറ്റ് ഒന്നും വേണ്ടല്ലോ. ഇഷ്ടം പോലെ ആൾക്കാരെ കയറ്റുകയും ചെയ്യാം. ഇരുന്ന് ഇനി സമയം കളയണ്ട, നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാം. അതെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഇതിന്റെ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാലുവേ ചേട്ടാ വേറെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സർവീസ് റോഡിൽ ഇങ്ങോട്ട് ഇറക്കി നിർത്തുവാണെങ്കിൽ സേഫ്റ്റി അതാ. അത് ഇങ്ങനെ വന്ന് ഇറങ്ങുന്നതിലും അവരവിടെ നിർത്തി അങ്ങ് പോകും. അതൊന്നും പിന്നെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. പുറകിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ തീർക്കാനും സർവീസ്. അതൊക്കെ ശരിയാ. അതാ വണ്ടി ഓടിക്കുന്ന ആളൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലത്. നമ്മൾ കണ്ടില്ല എന്നാ മറ്റേ വെച്ച്. ആ അതെ ഇതൊക്കെ പറഞ്ഞാലേ നീ അത് കഴിഞ്ഞാൽ നിന്റെ വണ്ടി വിൽക്കുകയാണോ ചെയ്തത്? എന്നാ ഇത് ഞാനത് സറണ്ടർ ചെയ്യായിരുന്നു. എനിക്ക് വെളിയിൽ പോകാൻ ഒരു ഇത് വന്നപ്പോ 3 വർഷം ഓടിച്ചോ? 4 വർഷത്തിന് അടുക്കാറായി. എന്നിട്ട് ലോൺ തീർന്നില്ലേ? അപ്പൊ അതിനൊരു 5-6 പെൻഡിങ് ഉണ്ടായിരുന്നു. അതിനെന്തിനാ സറണ്ടർ ചെയ്യുന്ന? ആർക്കെങ്കിലും കൊടുത്താൽ പോരായിരുന്നു? ആദ്യം വണ്ടി വന്ന സമയത്ത് കിട്ടാൻ താമസിച്ചു. ലോൺ സാങ്ഷൻ ആയിപ്പോയി. വണ്ടി കിട്ടാനും താമസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 3-5 CC മുടക്കം വന്നിട്ടുണ്ട്. ടയർ പൊട്ടുകയും വണ്ടിയുടെ സർവീസ് വരികയും വണ്ടിക്ക് പണി വരികയും ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യനുണ്ടാകുന്ന പോലത്തെ സാമ്പത്തിക ബാധ്യത നമുക്കും ഉണ്ടായി. സ്വാഭാവികം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. വണ്ടിയുടെ ലോൺ അടയ്ക്കുന്നതനുസരിച്ച് ഞാൻ പുറത്ത് കടം കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ 3 പെൻഡിങ്ങിന് എന്തിനാ വണ്ടി സറണ്ടർ ചെയ്യുന്നത്? 3 ഞാൻ മൊത്തത്തിൽ മാനസികമായി മടുത്തു. ഗിയർ ബോക്സ് കുളിയുന്നു, വണ്ടി തട്ടുന്നു. ഞാൻ പറഞ്ഞില്ലേ കമല എങ്ങ വന്നൊരു ബായി വന്നിട്ടുണ്ടെന്ന് മറ്റേ കഥ പറഞ്ഞില്ലേ, അതിന്റെ നടന്നതിന്റെ പിറ്റേ ദിവസമാണ് ഗിയർ ബോക്സ് പോകുന്നത്. അപ്പൊ സമയം അത്ര പക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ സറണ്ടർ ചെയ്തു. മടുത്തു. അവസാനമായി കഴിഞ്ഞപ്പോ. പക്ഷെ ഇന്ന് ഞാൻ ഏതെങ്കിലും വിട്ട് കഴിഞ്ഞാലും പൂച്ചയെ പോലെ 4 കാലം നിൽക്കും. എന്നാ പിന്നെ ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം. പൂച്ചയെ പോലെ നിൽക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് പറ്റിയല്ല. അപ്പം ഇന്നലെ കൊണ്ട് സൗണ്ടൊക്കെ തിരിച്ചു വന്നു, കുഴപ്പമില്ല. ക്ഷീണം എന്നാലും അങ്ങോട്ട് ക്ഷീണം മാറുന്നില്ല. സൗണ്ട് നല്ലപോലെ വന്നില്ല. അവര് നേരത്തെ പോയി. അവർ രണ്ടുപേരും പോയി. 2 വണ്ടിയും പോയി. ഇല്ലില്ല നാളെ ഇപ്പൊ പോണം. നാളെ ചെന്ന് ലോഡ് കയറ്റണം. അതെ ഇതിന് ബാക്കി ഇനി മുകളിലേക്ക് കയറ്റാൻ. അപ്പോഴേ നമുക്ക് ശ്രീ ചേച്ചിയെ കൂടെ കൊണ്ടുപോയേക്കാം. കേറിക്കോ വലിക്ക. അപ്പം ആകാശും രാജേഷേട്ടനും കൂടെ കാറിൽ പോയി. ശ്രീ ചേച്ചി ഞങ്ങളുടെ കൂടെയും പോകണം. നമുക്ക് നേരെ നാട്ടിലോട്ട് പോയാലോ? അതെ നേരെ കോട്ടയത്തിന് വിട്ടേക്കാം. അതെ മുത്തും പൊന്നും രാജസ്ഥാനിലേക്ക് ഇറക്കുക കഴിഞ്ഞ് ഗുജറാത്തിലെത്തി 2-3 ദിവസം സൂററ്റിലെ ശ്രീ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. എങ്കിലും ഇവിടുത്തെ ഫുഡൊക്കെ അവർ കുറേ എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അത് പിന്നെ ഇവരെപ്പോൾ കണ്ടാലും ഗുജറാത്തി ഫുഡുകളെല്ലാം ടേസ്റ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഇവിടെ താമസിക്കുന്നവരായോണ്ട്. അതല്ല ഇവിടെ കൊറേ വെറൈറ്റി ഉണ്ട്. നമ്മള് എന്താ പറയാ 365 ദിവസം ഓരോരോ ഇത് ട്രൈ ചെയ്താലും തീരില്ല. അത്രയ്ക്കും വെറൈറ്റി. എല്ലാ ഫുഡിനും ഭയങ്കര വെറൈറ്റി. ബ്രേക്ക്ഫാസ്റ്റിനാവട്ടെ, ലഞ്ചിന്, ഡിന്നർ, അവര് കൂട്ടാന് കഴിക്കില്ലേ, അതിന് തന്നെ പല പല വെറൈറ്റിയാ. അതും എല്ലാം സീസൺ അനുസരിച്ച്. ഇപ്പൊ തണുപ്പ് സീസൺ വരുമ്പോ ഇവിടെ എല്ലാം വ്യത്യാസം. അവര് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം വ്യത്യാസം, യൂസ് ചെയ്യുന്ന മസാല വ്യത്യാസമായിരിക്കും. ചൂടുകാലം വരുമ്പോ അവര് ഈ അച്ചാർ ഐറ്റംസ് ഉണ്ടാക്കുന്നതെല്ലാം ചൂടുകാലത്ത്. ചൂട് സമയം വരുമ്പോ ഈ മാങ്ങ വരില്ലേ, മാങ്ങ സീസൺ വരുമ്പോഴേ ഇവര് അച്ചാർ ഐറ്റംസ് ഫുള്ള്. അതിന് തന്നെ പല പല വെറൈറ്റീസ്, കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നല്ല രസം. ഇവിടെ ഓരോന്നും നമ്മള് ഫുഡി ആണെങ്കിൽ നമ്മള് ഫുഡിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കെല്ലാം ട്രൈ ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലം. എന്നാ വമ്പൻ ഹോട്ടലല്ലേ പാലസ്, കൊട്ടാരം പോലെ. ഇവിടെയും 620 രൂപയാ. മുമ്പേ 645 ഗുജറാത്തി കല്യാണം നടക്കുന്നത്. ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ എത്ര ദിവസമുണ്ട്? 3-4 കൊറേ ദിവസം ഉണ്ട്. എന്നാലും മെയിൻ ആയിട്ട് മെഹന്തി, ഹൽദി, സംഗീത് എന്ന് പറഞ്ഞിട്ട് അവരുടെ പാട്ടിന്റെ ഇതൊക്കെ ഉണ്ട്. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരാഴ്ച എന്തായാലും ഉണ്ടല്ലേ? അത് ശരി. ഭയങ്കരമായിട്ടും ആഘോഷമുള്ള കല്യാണം.
ഇപ്പൊ നമ്മൾ കണ്ടതേ ഇത് രാത്രി ഇനി ഫുള്ള് കല്യാണം രാത്രിയാ, ഒരു 3-4 മണിയാവും അവരുടെ കല്യാണം തീരാൻ. അയ്യോ. ഇനി ഇതിപ്പോ ഇപ്പൊ പയ്യൻ ബറാത്ത് എന്ന് പറയില്ലേ, ബറാത്ത്, അതിന് ഇവിടെ പറയുന്നത് ജാൻ എന്നാണ്, ജാൻ. അപ്പൊ ഇതിങ്ങനെ ഡാൻസ് കളിച്ച് അവരിങ്ങനെ പോകുമ്പോ തന്നെ ഒരു 2-3 മണിക്കൂർ അവർ ഈ ഡാൻസ് കളിച്ച് ചെറുക്കൻ അവിടെ എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 3-4 മണിയൊക്കെ ആവും രാത്രി തീരുമ്പോ ഒരു 3-4 മണിയാവും. ഒരു കല്യാണം എന്ന് പറയുമ്പോഴേ നല്ലൊരു പണിയാണല്ലോ. ഇതിന്റെ ക്ഷീണം മാറണമെങ്കിൽ ഈ ഒരാഴ്ച ഇതുപോലെ ഉറക്കളച്ച്. അതെ അതെ, കല്യാണം കഴിക്കാൻ പോകുന്നവരും അവരുടെ നിയർ റിലേറ്റീവ്സ് മാത്രമല്ല, അല്ലാത്ത ഈ കല്യാണത്തിന് വിളിക്കുന്ന എല്ലാരും ഇത്രയും ദിവസം എല്ലാം പ്രോഗ്രാമിന് അവര് പങ്കിടും. ശരി, എല്ലാത്തിനും കാണും. ഓ ശരി. അതും ഡ്രസ് ആയാലും ഡെക്കറേഷൻ, ആഹാരം, അതിനൊക്കെ കൂടുതൽ അവര് സ്പെൻഡ് ചെയ്യുന്നത്. ഡ്രസ് എല്ലാത്തിനും അവര് ഡിഫറെന്റ് മെഹന്തിക്ക് അവര് വേറെ കളർ ആയിരിക്കും, ഹൽദിക്ക് എല്ലാരും യെല്ലോ, അത് കഴിഞ്ഞിട്ട് സംഗീതത്തിന് അവര് വേറെ ഡ്രസ് ആയിരിക്കും. നല്ല ചെലവല്ലേ? നല്ല ചെലവാ. അതുപോലെ ഡെക്കറേഷൻ, ഓരോ ഇതിനും അവര് ഭയങ്കര ഡെക്കറേഷൻ, പാലസ് പോലെ കല്യാണം നടക്കുന്നത് മാറ്റി മാറ്റി ഓരോ മറ്റേ ഫിലിമിന്റെ സെറ്റപ്പ് ഇടല്ലേ, അതുപോലെ ഫുള്ള് സെറ്റ് ഇടും. അത് ഓരോന്നിനും ഹൽദിക്ക് ആണെങ്കിലും അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സെറ്റപ്പ് ആയിരിക്കും. മെഹന്തി, ഹൽദി, സംഗീതത്തിന് ലൈവ് ഓർക്കസ്ട്ര, അതൊക്കെ കാണും. നമ്മുടെ സ്ഥലം എത്തി. നേരത്തെ തന്നെ രാജശേഖരനും ആകാശം സൈഡിലുണ്ട്. भैया चपाती रोटी मसाला सब्जी हमारे कड़े में दुकान में मिलते हैं. ചോറുണ്ടോ? ചോറ്? चपाती नहीं चोर ചോറ്. ഇത് ചിക്കൻ റോസ്റ്റ്, ചുട്ട പോലെ ഇരിക്കുന്നേ. അതെ അതെ, ഗ്രില്ല് ചെയ്ത പോലെ. ഗ്രില്ല് ചെയ്തതാ. ഇതെന്നാ? ഇത് വെജ് കോലാപുരി. ഇതില്ലേ അരിമാവില്ലേ, അരിപ്പൊടി, അതിന്റെ തന്നെ ദോശ പോലെ, നമ്മുടെ അപ്പം പോലെ തോന്നുന്നു. വെള്ളയപ്പം ഉണ്ടാക്കുക അല്ലേ? ഇത് അപ്പോഴും തന്നെ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കുന്നത്. നമ്മള് നീർദോശയില്ലേ, ഒരു സൈസ്. പക്ഷെ ഇവിടെ പറയുന്നത് പുഡ്ല എന്നാണ്. പുഡ്ല. ഈ ഇതിനെന്നാ പറഞ്ഞ ഇറച്ചിക്ക്? ഇത് ഇറച്ചിയല്ല, ഇത് റോസ്റ്റഡ് ചിക്കൻ. ഇനി അത് മാംന. ഇത് മാംന. അത് വരുമ്പോ പറയാം. അല്ല, ഇത് വെജ്. ഇത് വെജ് കോലാപുരി. ഇപ്പൊ ഇന്ന് നോൺ വെജാ. അയ്യോ, മട്ടൻ കബാബ്. ഇതിന്റെ പേരെന്നാ ഇവിടെ പറയുന്നേ? ഇവിടെ പറയുന്നതിന് ഇതിനെ മട്ടൻ മാംന എന്നാണ് പറയുന്നത്. മാംന കബാബ്. പക്ഷെ പറയുന്നത് മാംന എന്നാണ്. കബാബ് നമ്മള് കശ്മീരിലെ കബാബൊക്കെ അല്ല, അത് വേറൊരു ടൈപ്പ്. നോക്കി ഇത് കുഴപ്പമില്ല. മട്ടന്റെ ആ ഒരു ഇറച്ചിയുടെ ആ ഒരു ഇതൊന്നും ഇല്ല. ഇല്ല, ഇറച്ചിയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലോ. അതാ ഞാൻ പറഞ്ഞ മട്ടന്റെ ഒരു ഇതേ തോന്നുന്നില്ല, ഒരു ഉലുമ്പ ടേസ്റ്റ് ഇല്ല. ദോശ വെള്ളം. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. വലുതാ, വലിപ്പം. രണ്ടുപേരും വെജാണോ? അത് ശരി. വെജ് കഴിക്കില്ല. ഓ ശരിയാ, ഞാൻ മറന്നുപോയി. വെജ് കോലാപുരി. കോലാപുരിയോ? കോലാപുരിയോ? എന്നാ പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങ് നീങ്ങാം. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു പോയി. ഞങ്ങളിപ്പോഴൊക്കെ കഴിക്കുള്ളൂ. അപ്പം രാത്രി യാത്രയില്ല. അപ്പൊ നാട്ടിലേക്ക് വരികയാണെങ്കിൽ വിളിക്കുക. നമുക്ക് ഓട്ടത്തൂടെ ഒക്കെ നാട്ടിൽ കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങാം. ഇതിനെ മാത്രം ഇറങ്ങിയാൽ മതി. സൂററ്റ് മാത്രം കണ്ടാൽ മതി. സൂറത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, എവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നാട്ടിൽ കൂടെ വന്ന് ഇച്ചിരി നല്ല കേരളം മൊത്തം ഒന്ന് കറങ്ങാം. കറങ്ങിയിട്ടില്ല? അപ്പൊ ഉറപ്പായിട്ട് കറങ്ങണം. ഒരു 10-15 ദിവസം മതി, അല്ല ഒരു മാസം എടുത്തങ്ങ് വരിക. ലീവ് എടുത്ത് പോരാ, രണ്ടുപേരും വെക്കേഷന് പോരാ. അതാകുമ്പോ ശ്രീ ചേച്ചിക്കും പോരാല്ലോ. അതെ, സ്കൂളുള്ളതുകൊണ്ടല്ലേ. അപ്പൊ ലീവ് എടുത്ത് പോരല്ലെങ്കിൽ അല്ലെ സ്കൂൾ അടയ്ക്കുമ്പോഴോ പോരെ. അപ്പൊ ശരി, ഓക്കെ. ഈ കടകളെല്ലാം ഹൈവേയുടെ നടുക്കാണല്ലോ. ഇവിടെ അപ്പുറത്തെ സൈഡിൽ കൂടെ. അതെ അതെ, അതുകൊണ്ടാക്കിയാൽ ഇവിടെയുള്ള കടക്കാർക്ക് ഹൈവേ വന്നിട്ട് ഇതൊന്നും ഇനി എടുത്തു പോകത്തില്ലല്ലോ. അതുമല്ല എക്സ്പ്രസ് വേ അപ്പുറത്തൂടെ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് വലിയധികം വീതി കൂട്ടാൻ നിൽക്കുകയില്ല. ആ വഴി വന്നതുകൊണ്ട് നമുക്ക് ഇപ്പം വലിയ തിരക്കില്ലാതെ ഇതിലേ പോവാം. അങ്ങനെ നമ്മുടെ
സുന്ദരൻ ഡ്യൂട്ടിക്ക് ഏറ്റെടുത്തു. ഇന്ന് ഡ്യൂട്ടിക്ക് കയറിയില്ലായിരുന്നല്ലോ? ഇല്ല. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു ഞാൻ ഡ്യൂട്ടിക്ക് കയറട്ടെ. ഇനിയിപ്പോ നൈറ്റിൽ ഇന്നതേ ഓടുന്നില്ല. ഇന്ന് ഓടുന്നില്ല. ഒരു ശകലം അങ്ങ് നമുക്ക് ഒരു അരമണിക്കൂർ ഓടിയച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ വാപ്പിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ട് ഒരു പമ്പിൽ കയറ്റി വണ്ടിയൊക്കെ ഇട്ടു. ഇനി കിടന്നുറങ്ങാൻ പോവാം. അപ്പം നാളെ രാവിലെ നമുക്ക് അടുത്ത ലോഡ് കയറ്റാനായിട്ട് പോവാം.